ചിലർ പറയും ഓം ജപിക്കരുത്, ഓം ജപിക്കാം. ഓം നമ ശിവായ, ഓം നമോ നാരായണായ. അഘോരമന്ത്രവും ഒക്കെയാണ്, അശ്വാരൂഢ, അതൊക്കെ നമുക്ക് എല്ലാവർക്കും ജപിക്കാൻ പറ്റില്ല, മന്ത്രോപദേശം വേണം. പിന്നെ ഭദ്രകാളി വിളിക്കാം, അതിനും പ്രത്യേക വാദ്യമൊന്നുമില്ല. രാത്രിയാണ് ദേവിക്ക് പവർ. പക്ഷെ വരാഹി മന്ത്രി ഓം ഹ്രീം യോഗിനി യോഗഭയങ്കരി വരാഹിയെ നമ, അതിന് വലിയ ഇതൊന്നും വേണ്ട, അതിന് ഗുരുപദേശമൊന്നും വേണ്ട. പക്ഷെ പവർഫുൾ മന്ത്രമാണത്. നന്ദിയെ തൊടാൻ പാടില്ല, ജനങ്ങൾ നന്ദിയെ കെട്ടിപ്പിടിക്കും, പക്ഷെ പാടില്ല. നന്ദി എപ്പോഴും പ്രാർത്ഥനയാണ്, പക്ഷെ നന്ദിയോട് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന പറയണത്. ഈ വരാഹിയമ്മയോട് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. വാർത്താളി അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കരുത്, കടുപ്പമുള്ള വാക്കുകളൊന്നും ചൊല്ലരുത്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അമ്മമാർ ഓടി എണിച്ചോടി അടുക്കളയിലേക്ക് പോകരുത്. അപ്പോൾ അങ്ങനെ അടുക്കളയിൽ കയറി കഴിയുമ്പോൾ നാരായണ മന്ത്രം ജപിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ ഭക്ഷണത്തിന് പോസിറ്റീവ് എനർജി ഉണ്ടാവും. ഒരു വീട്ടിൽ ഐശ്വര്യം അടുക്കളയായിട്ട് അറിയാം. പിന്നെ എല്ലാവർക്കും കുട്ടികൾക്ക് കുട്ടികളെ ശീലിപ്പിക്കണം. ഓം ഗംഗണപതായേ നമ എന്ന് പറഞ്ഞ് ഏത്തോടിക്കണം എപ്പോഴും. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ വഴികളിലേക്ക് വെളിച്ചമേകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജ്യോതിഷിയും റേക്കി മാസ്റ്ററുമായ ഡോക്ടർ രാജലക്ഷ്മി അമ്മയാണ്. മാഡം നമസ്കാരം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ജപിക്കാൻ പറ്റിയ, ദീക്ഷയില്ലാതെ ജപിക്കാൻ പറ്റിയ മന്ത്രങ്ങളുണ്ടോ? ഉണ്ടല്ലോ, ഉപകാരപ്രദമായിട്ടല്ലേ? ഉണ്ട്. നമുക്ക് ആർക്കും എപ്പോഴും ജപിക്കാവുന്നതാണ്. ഓം നമോ നാരായണായ, ഓം നമ ശിവായ. ചിലർ പറയും ഓം ജപിക്കരുത്, ഓം ജപിക്കാം. ഓം നമ ശിവായ, ഓം നമോ നാരായണായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ജപിക്കാവുന്നതാണ്. അതേപോലെ രാമ ആർക്കും എപ്പോഴും ജപിക്കാം. രാമ, ഈ വണ്ടിയിലൊക്കെ കയറുമ്പോഴൊക്കെ രാമനെ വെച്ചാൽ അപകടങ്ങൾ വരില്ല, ഹനുമാൻ സ്വാമി കാക്കും. രാമ ജപിക്കാം. പിന്നെയുള്ളതാണ് സർവമംഗള. അത് ഇത്തിരി അറിവ് വേണം കൊച്ചുകുട്ടികൾക്ക്, ചെറിയ തീരെ കുട്ടികൾക്ക് പറ്റില്ല. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണ്യത്രംബികേ ദേവി നാരായണി നമോസ്തുതേ. അത് ജപിക്കാം, നല്ലൊരു മന്ത്രമാണ്. പിന്നെ ശ്രീയേ നമ, ശ്രീ മഹാലക്ഷ്മിയെ നമ, ഇതൊക്കെ ജപിക്കാം. ഈ ശ്രീം എന്നുള്ള ബീജമന്ത്രം എല്ലാവർക്കും ജപിക്കാം. ശ്രീയേ നമ, മഹാലക്ഷ്മി, ശ്രീ മഹാലക്ഷ്മിയെ നമ, കുബേരലക്ഷ്മിയെ നമ. ഇതൊക്കെ ധനം ഉണ്ടാവാനാണ് കുബേരലക്ഷ്മിയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ സാധാരണക്കാർക്കൊക്കെ ജപിക്കാവുന്ന മന്ത്രങ്ങളാണ്, കഠിന മന്ത്രങ്ങളല്ല. അഘോരമന്ത്രവും ഒക്കെയാണ്, അശ്വാരൂഢ, അതൊക്കെ നമുക്ക് എല്ലാവർക്കും ജപിക്കാൻ പറ്റില്ല, മന്ത്രോപദേശം വേണം. ഈ മന്ത്രങ്ങളൊക്കെ ആർക്കു വേണമെങ്കിൽ ജപിക്കാം. അതുപോലെ ഓരോരുത്തർക്ക് ഇപ്പം ജാതകവശാലോ അല്ലാതെയോ ഓരോരുത്തർക്കും ഓരോ മന്ത്രങ്ങൾ കുറച്ച് കൂടുതൽ ഇഫക്റ്റീവ് ആയിരിക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം അമ്മ ജ്യോതിഷവും കൂടെ ചെയ്യുന്ന ആളാകുമ്പം പറഞ്ഞു കൊടുക്കാറുണ്ടായിരിക്കും. 5-ാം ഭാവം കൊണ്ടാണ് നമ്മൾ സാധാരണ മന്ത്രം 5ഉം 9ഉം നോക്കുക. ഒരാളുടെ ജാതകത്തിൽ ലഗ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ജനിക്കുന്ന സമയം, സൂര്യോദയത്തിന് ശേഷം നമ്മൾ ജനിക്കുമല്ലോ, ആ സമയമാണ് ലഗ്നം. സൂര്യോദയത്തിന് മുമ്പും ജനിക്കാം. ലഗ്നം എന്ന് പറയുന്ന ശരീരമാണ്. അതിൻ്റെ 5-ാം ഭാവം ആണ് പൂർവ്വ പുണ്യം. 5-ാം ഭാവം മേധാവിദ്യ പൂർണ്ണബുദ്ധി എന്ന് പറയുന്നത്. 5-ാം ഭാവം 9-ാം ഭാവം പുണ്യമാണ്. ഈ 5ഉം 9ഉം നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മന്ത്രങ്ങൾ സാധാരണ ഏത് ദേവനെ പ്രാർത്ഥിക്കണം, ഏത് ദേവിയെ പ്രാർത്ഥിക്കണം എന്ന് പറയാറുള്ളത്. ജാതകവശാൽ അതെ, ഏത് ദേവനാണോ ഏത് ദേവിയാണോ എന്ന് നമ്മൾ ജാതകവശാൽ പറയും. അല്ലാതെ ചെറുപ്പത്തിലേ നമ്മൾ ചില ദൈവന്മാരെ വിളിച്ചുകൊണ്ടിരിക്കും, അത് ചിലപ്പോൾ നമുക്ക് ആക്റ്റീവ് ആവും. ഞാൻ ചെറുപ്പത്തിൽ ഹനുമാൻ സ്വാമി വിളിക്കും, എൻ്റെ ജാതകത്തിൽ എന്താണെന്നും അറിയില്ല. അപ്പോൾ ആഞ്ജനേയാൽ വിളിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിളിക്കുന്നവരുണ്ട് നമ്മുടെ ജാതക. അല്ലാതെയും ഏതെങ്കിലും ഒരു പേര് എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കില്ലേ, എൻ്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, കൃഷ്ണ എന്ന് ആർക്കു വേണമെങ്കിൽ ജപിക്കാം. കൃഷ്ണനെ വിളിക്കാം, നാരായണനെ വിളിക്കാം. ഇതൊക്കെ നമുക്ക് ആർക്കു വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. അതിനൊന്നും പ്രത്യേകം ഉപാധികളൊന്നുമില്ല. ഇങ്ങനെ വിളിക്കുന്നതിന് യാതൊരു ഉപാധികളൊന്നുമില്ല, നമുക്ക് വിളിക്കാവുന്നതാണ് ദേവിയെ. പിന്നെ ഭദ്രകാളി വിളിക്കാം, അതിനും പ്രത്യേക ഉപാധിയൊന്നുമില്ല. ഭദ്രകാളിയൊക്കെ ഭദ്രകാളി തന്നെ വളരെ വ്യത്യസ്തമായ ഭാവങ്ങളിലുള്ള ഉഗ്രമായ ഭാവങ്ങളുണ്ട്. അതൊന്നും ജപിക്കാൻ പാടില്ല, അതൊക്കെ ഉപാസന വേണം. പക്ഷെ എൻ്റെ അമ്മേന്ന് വിളിക്കുന്നതിന് വല്ല ഉപാസനയും വേണോ? എൻ്റെ അമ്മേ ദേവി എന്ന് വിളിക്കാൻ വല്ലതും വേണോ? ഒന്നും വേണ്ട. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ഇതൊന്നും ജപിക്കുന്നതിന് പ്രത്യേകിച്ച് ഉപാസനയുടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും വേണ്ട, ഗുരുപദേശമൊന്നും വേണ്ട. പിന്നെ സൂര്യഭഗവാനെ നോക്കി ഓം സൂര്യായ അർക്കായ ദിവാകരായ ഭാസ്കരായ രവിയേ നമ, ഇതൊക്കെ ജപിക്കുന്നതിന് ഉപാധിയൊന്നും വേണ്ട. അങ്ങനെ ഉപാധികളില്ലാതെ സാധാരണക്കാർക്ക് ജപിക്കാം, എല്ലാവർക്കും ജപിക്കാവുന്ന നാമങ്ങളാണ് ഇതൊക്കെ, ആർക്കും ജപിക്കാം. അതുപോലെ ചില മന്ത്രങ്ങൾ ചില പ്രത്യേക സമയത്ത് ചൊല്ലണം എന്നുണ്ടല്ലോ. ഉണ്ട്. വാരാഹി മന്ത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി 8 മണിക്ക് ശേഷമേ ചൊല്ലാവൂ. അതെ, രാത്രിയാണ് ദേവിക്ക് പവർ. പക്ഷെ വരാഹി മന്ത്രി ഓം ഹ്രീം യോഗിനി യോഗഭയങ്കരി
വരാഹി നമ അതിന് വലിയ ഇതൊന്നും വേണ്ട, അതിന് ഗുരുപദേശമൊന്നും വേണ്ട. പക്ഷെ പവർഫുൾ മന്ത്രമാണത്. ഈ രാമ എന്ന് പറഞ്ഞ മാതിരി പവർഫുൾ മന്ത്രമാണ് അത്. രാത്രിയാണ് വജ്രഘോഷം, ഇതൊക്കെ രാത്രിയാണ് ജപിക്കുന്നത് നമ്മൾ സാധാരണ. അല്ല, അത് പകല് ജപിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഇഫക്റ്റ് കുറവാണ്. രാത്രിയാണ് ഇഫക്റ്റ്. കാരണം കാട്ടുപന്നിയുടെ രൂപമാണ് ദേവിക്കുള്ളത്. അവർക്ക് രാത്രിയാണ് ആക്റ്റീവ് ആവുക. അതായത് ലളിതാംബികയുടെ ലെഫ്റ്റനന്റ് കമാൻഡറാണ് ഈ ദേവി. ഇപ്പോൾ ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ നന്ദിയോട് പറഞ്ഞിട്ടേ കയറുള്ളൂ. നന്ദിയെ തൊടാൻ പാടില്ല. ജനങ്ങൾ നന്ദിയെ കെട്ടിപ്പിടിക്കും, പക്ഷെ പാടില്ല. നന്ദി എപ്പോഴും പ്രാർത്ഥനയാണ്, പക്ഷെ നന്ദിയോട് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന പറയണത് എന്ന് പറഞ്ഞ മാതിരിയാണ്. ഈ വരാഹിയമ്മയോട് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. പക്ഷെ വരാഹിയമ്മയ്ക്കൊക്കെ ഇപ്പം ഈ അടുത്ത കാലത്തെ പ്രാധാന്യം കൂടുതലായിട്ട് വന്നത്. അതായത് സപ്തമാതാക്കളിൽ ഒന്നാണ് പഞ്ചമിയാണ്, പഞ്ചമി ദേവിയാണ് വരാഹി. പക്ഷേ സപ്തമാതാക്കളിൽ അഞ്ചാമതെയാണ് പഞ്ചമി, അതാണ് വരാഹി ദേവി. വരാഹി ദേവിക്ക് പ്രാർത്ഥന ഭയങ്കര പവറാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ക്ഷിപ്രപ്രസാദി. കാരണം രാത്രി നമ്മൾ ആത്മാർത്ഥത്തോടെ വിളിച്ചു നോക്കി കാര്യം നടന്നിരിക്കും. നല്ല കാര്യമൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. ഈ ദേവന്മാരെല്ലാവരും നല്ല കാര്യത്തിന് വളച്ചൊടിച്ചാണ് ആൾക്കാർ വേറെ ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ല, നല്ല കാര്യങ്ങൾ ചെയ്യും. പിന്നെ വാർത്താളി അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കരുത്, കടുപ്പമുള്ള വാക്കുകളൊന്നും ചൊല്ലരുത്. വാർത്താളിയൊന്നും ചൊല്ലാൻ പാടില്ല. പിന്നെ നമ്മൾ ഭദ്രകാളി, കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തേ കുലഞ്ച കുലധർമ്മഞ്ച മാംജ പാലയ പാലയമം ആർക്കും ചൊല്ലാം, ഒരു കുഴപ്പമില്ല. ഭദ്രകാളിയുടെ മൂലമന്ത്രങ്ങളൊന്നും അല്ലാതെ സാധാരണ മന്ത്രങ്ങളാണ്, അതൊക്കെ ചൊല്ലാം. പിന്നെ ഹോം ഹം അനുമതേ നമ, അത് ഉപദേശമൊന്നും വേണ്ട, അല്ലാണ്ട് ചൊല്ലാം, ശുദ്ധം വേണമെന്ന് മാത്രം. അതെ. അതുപോലെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് മുന്നേ, അതായത് പഠിക്കാനിരിക്കുന്നതിന് മുന്നേ നമുക്ക് ചൊല്ലാൻ പറ്റിയ അങ്ങനെയുള്ള മന്ത്രങ്ങളുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റിയ മന്ത്രങ്ങൾ. ഓം സം സരസ്വതിയേ നമ. പുസ്തകത്തിനെ നമ്മൾ, എൻ്റെ അച്ഛനൊക്കെ പറയണമെന്ന് വെച്ചാൽ പുസ്തകത്തിനെ ദേവിയായിട്ട് കണക്കാക്കണം, സരസ്വതി ദേവിയായിട്ട് കണക്കാക്കണം. പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ പുസ്തകത്തിൻ്റെ പാദം തൊട്ട് തൊഴും, പഠിത്തം കഴിഞ്ഞിട്ട് അത് തൊട്ട് തൊട്ടിട്ടേ വയ്ക്കുള്ളൂ, പഠിച്ചൊക്കെ ഓർമ്മയുണ്ടാവും. സത്യമായിട്ടോ അത്. അതിന് ഓം സം സരസ്വതിയെ നമാന്ന് ചൊല്ലിട്ട് വേണം പഠിക്കാനായിട്ട് കാലത്തിരിക്കുമ്പോൾ. അതുപോലെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പം ഇത് ചൊല്ലിയിട്ട് കൊടുത്തു കഴിഞ്ഞാലും പവർഫുള്ളാണ്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അമ്മമാർ ഓടി എണിച്ചോട്ട് അടുക്കളയിലേക്ക് പോകരുത്, കുളിച്ച് ശുദ്ധമായിട്ട് വേണം. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ജോലി തിരക്കുള്ളതുകൊണ്ട് ആരും കുളിക്കില്ല ആ സമയത്ത്. ഈ കുളിച്ചില്ലെങ്കിൽ മേൽ കഴുകിയിട്ടെങ്കിലും വേണം, അല്ലെങ്കിൽ പല്ല് തേച്ച് മുഖം കഴുകി സിന്ദൂരം തൊട്ടിട്ട് അടുക്കളയിൽ കയറാവൂ. തമിഴന്മാരൊക്കെ ഉണ്ടല്ലേ, അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ അടുക്കളയിൽ കയറി കഴിയുമ്പോൾ നാരായണ മന്ത്രം ജപിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ ഭക്ഷണത്തിന് പോസിറ്റീവ് എനർജി ഉണ്ടാവും. അമ്മമാർ ഒരുപാട് ശ്രദ്ധിക്കണം. പിന്നെ അടുക്കള ഒരു പൂജാമുറിക്ക് തുല്യമാണ് അടുക്കള. അടുക്കള എപ്പോഴും വൃത്തിയായി കിടക്കണം. രാത്രി കിടക്കാൻ നേരത്ത് അടുക്കളയെല്ലാം വൃത്തിയാക്കി ഒരു ഗ്ലാസ് പോലും കഴുകാതെ വെക്കരുത്, അതിനുശേഷം കിടക്കാവും. ശരിക്കും പറയാൻ അടുക്കളയൊക്കെ വൃത്തിയാക്കി ഒരു കർപ്പൂരമൊക്കെ കത്തിച്ചിട്ട് കിടക്കണം എന്നാ പറയാം. അതൊന്നും ആരും ചെയ്യില്ലെങ്കിലും അടുക്കള എപ്പോഴും വൃത്തിയാക്കി, നല്ല ഈ വൃത്തിയുടെ മണമൊന്നും ഉണ്ടാവരുത്, നല്ലൊരു സുഗന്ധം, നല്ല ലോഷനൊക്കെ ഇട്ട് തുടച്ച് വൃത്തിയായിട്ട് നല്ല വൃത്തിയും ശുദ്ധിയും ഉള്ളിടത്താണ് ദേവി ഉണ്ടാവുള്ളൂ. ലക്ഷ്മി ദേവി അടുക്കളയിലെ വരിക. പിന്നെ എൻ്റെ അച്ഛൻ്റെ അച്ചാമ്മയൊക്കെയുള്ള കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ചോറ് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് ചോറിട്ട് വയ്ക്കും, കുറച്ച് അടച്ചൊന്നും വയ്ക്കില്ല, തുറന്നു വയ്ക്കുക. അത് ദേവി വരുന്നൊക്കെയാണ് പറയണത്, അറിഞ്ഞൂടാ. പിറ്റേ ദിവസം എടുത്ത് കാക്കയ്ക്കോ കളിക്കോ കൊടുക്കാം, അങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ, അടുക്കളയാണ് ഏറ്റവും പോസിറ്റീവായിരിക്കേണ്ടത്, എപ്പോഴും വൃത്തിയാണ്. ഒരു വീട്ടിൽ ഐശ്വര്യം അടുക്കള കണ്ടറിയാം. അടുക്കള തൊഴുത്ത് പോലെ കിടന്നാൽ ഒന്നും ഉണ്ടാവില്ല അവിടെ. അടുക്കള എപ്പോഴും നീറ്റായിരിക്കണം. പാത്രങ്ങളൊക്കെ അപ്പാപ്പ കഴുകി വയ്ക്കുക. ഈ ചില ആൾക്കാർ ജോലിക്കാർ വരാൻ വേണ്ടി ഇട്ടേക്കും കഴുകാൻ, അങ്ങനെ ഇടാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ആ അഴുക്കേനും കളഞ്ഞു വയ്ക്കുക. അതുപോലെ നമ്മുടെ ആരോഗ്യം ഇപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു മോചനം കിട്ടാനായിട്ടുള്ള മന്ത്രങ്ങൾ, മൃത്യുഞ്ജയ മന്ത്രം. പക്ഷെ മൃത്യുഞ്ജയ മന്ത്രത്തിന് നമുക്ക് ഗുരു ഇല്ലെങ്കിൽ ഭഗവാനെ മഹാദേവനെ ഗുരുവായിട്ട് കണക്കാക്കി ചൊല്ലാം. ഓം നമഃ ശിവായ ചൊല്ലുക, അതിനുശേഷം മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലാം. ത്രയംബകമജാമകേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഹമിത്രമിത്രമിക്ഷ്യമാമൃതാത്, അതാണ് മൃത്യുഞ്ജയ മന്ത്രം. ഓം നമഃ ശിവായ ഇല്ലാതെ മതി, ഏറ്റവും നല്ലതാണ് ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ മന്ത്രം ജപിക്കുന്നത് വളരെ ഇതാണ്. അത് ചെല്ലിയാൽ തന്നെ കുറേ മാറ്റം വരും. മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലാം. പിന്നെ വേറെ ഉണ്ട്, ധന്വന്തിരി മന്ത്രമുണ്ട്, അതൊക്കെ ജപിക്കാം. അതൊക്കെ നമുക്ക് ഗുരുക്കന്മാരെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ മഹാദേവനെ ഗുരുവായിട്ട് കണക്കാം, ഗണപതിയെ ഗുരുവായിട്ട് കണക്കാക്കാം. പിന്നെ എല്ലാവർക്കും കുട്ടികളെ ശീലിപ്പിക്കണം. ഓം ഗം ഗണപതായേ നമഃ എന്ന് പറഞ്ഞാൽ ഏത്തോടിക്കണം എപ്പോഴും. ഏത്തോടുന്നത് ഗണപതി പ്രീതിക്ക് വേണ്ടി. ഗണപതി പ്രീതി മാത്രമേ നമുക്കൊരു എക്സസൈസ് അല്ലേ, ഇങ്ങനെ കാണിച്ചപ്പോൾ താഴെ വരെ വരണം. കാരണം ഞാൻ പണ്ടൊരിക്കലും ഒരു പേപ്പറിൽ കണ്ടതാണ്, അമേരിക്കയിൽ ഒരു ഡോക്ടർ അവിടുത്തെ ഈ കുറച്ച് ബുദ്ധിക്ക് വൈകല്യമുള്ള ആൾക്കാരെ മുഴുവൻ ഏത്തൊടിക്കും.
ബുദ്ധി വന്നിട്ട് അവർ പറഞ്ഞ അമേരിക്കയിലെ ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞത് ഒന്നുമല്ല, നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചതാണ്. പണ്ടത്തെ പണിഷ്മെൻ്റൊക്കെ എന്താ, ഏത്തൊടിക്കില്ല. ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു, കുറ്റം കണ്ട അപ്പം ഏത്തൊടിക്കും. അതാണ് അടിപിടി ഒന്നുമില്ല, ഏത്തൊടുക. ഏത്തൊടുക എക്സസൈസ് അല്ലേ. ദിവസവും രാവിലെ കുടുംബിനി ആയാലും ആരായാലും കുളി കഴിഞ്ഞോ കുളിക്കാതെയോ ഉടനെ തന്നെ ഏത്തോടുക 12 പ്രാവശ്യം. ഓം ഗംഗണപതായേ നമ ചൊല്ലിയിട്ട് ഏത്തോട്ടാൽ അതിന് നമ്മുടെ തടസ്സങ്ങൾ മാറും, ധനം ഉണ്ടാവും, വിദ്യ ഉണ്ടാവും. എല്ലാ ദിവസവും ചൊല്ലാം. പീരീഡ്സ് സമയത്ത് ചൊല്ലാറില്ല. ഓം ഗം ഗണപതായേ നമ. തായേ സരസ്വതി ഒന്നുകൂടെ, ഗണപതി സരസ്വതി വന്നു. അതൊക്കെ വളരെ നല്ലതാണ് ചൊല്ലണത്. ഇങ്ങനെയുള്ള കുട്ടി കുട്ടി മന്ത്രങ്ങളൊക്കെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ചൊല്ലിയാൽ അതെ കുറെ ഉപകാരങ്ങൾ ഗുണങ്ങളുണ്ടാവും.